ഇന്ന് വിധി. നടിയാക്രമിച്ച കേസിൽ 8 വർഷത്തിന് ശേഷം വിചാരണ കോടതി ഇന്ന് വിധി പറഞ്ഞു. കേട്ട് കേൾവിയില്ലാത്ത അതിക്രമ കേസിൽ പരമാവധി ശിക്ഷ പ്രതീക്ഷിച്ചിരുന്നിടത്ത് കുറഞ്ഞ തടവാണ് ശിക്ഷ. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പൾസർ സുനി അടക്കം 6 പ്രതികൾക്ക് 20 വർഷം കഠിന തടവും പിഴയും. പിഴത്തുകയിൽ നിന്ന് 5 ലക്ഷം രൂപ അത് അതിജീവിതയ്ക്ക് കൈമാറും. പരമാവധി ശിക്ഷ ഒഴിവാക്കിയത് പ്രതികളുടെ പ്രായം പരിഗണിച്ചെന്ന് കോടതി വ്യക്തമാക്കുന്നു. 8 വർഷം 10 മാസം നീണ്ട കേസിലെ വിചാരണ തടവ് ശിക്ഷയുമായി പരിഗണിക്കുകയും ചെയ്യും. 13 വർഷം തികച്ച ജയിലിൽ കിടക്കാതെ പൾസർ സുനി ആദ്യം പുറത്തിറങ്ങും. പിന്നാലെ മറ്റ് 5 പ്രതികളും. പ്രതികൾക്ക് നൽകിയ ശിക്ഷയിൽ നിരാശയെന്നാണ് പ്രോസിക്യൂഷന്റെ ആദ്യത്തെ പ്രതികരണം. വിചാരണ കോടതിയിൽ നിന്ന് പരിപൂർണ നീതി കിട്ടിയില്ല. മേൽക്കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ പാസ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ് 3.5 വർഷം വിചാരണ കോടതിയിൽ നീറി നിന്നതെന്നും പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി. അതായത് കേസ് നടക്കുന്ന സമയത്ത് ഒരു സംശയം ഉണ്ടായിരുന്നു, ഇവിടെ നീതി കിട്ടില്ല എന്നുള്ളത്. അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കണ്ട. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ കോടതിയിൽ നിന്ന് പൂർണ്ണമായിട്ടും നീതി കിട്ടിയില്ല. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് മുകളിലത്തെ കോടതികളിലേക്ക് പോകാൻ ഈ ജഡ്ജ്മെൻറ്റ് ഈ കേസ് ഇവിടെ അവസാനിപ്പിച്ച് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് വാങ്ങിച്ചാലേ പോകാൻ പറ്റുള്ളൂ. അത് ഞങ്ങൾ ഈ കേസ് നടത്തുന്നതിനോടൊപ്പം തന്നെ ഈ കാര്യങ്ങളിലെല്ലാം എത്രയും പെട്ടെന്ന് ഈ കേസ് അവിടെ അവസാനിപ്പിക്കാനുള്ള സഹകരണങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതായത് വിചാരണ വേഗം അവസാനിപ്പിച്ച് മേൽക്കോടതിയിലേക്ക് പോകുക. വിചാരണ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച്. അതാ പറഞ്ഞത്, ഇവിടെ നീതി കിട്ടില്ലെന്നുള്ള ഒരു തോന്നൽ പ്രോസിക്യൂട്ടർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യാഖ്യാനം. അങ്ങനെയുള്ളതില്ല. വിധി വായിക്കാതെ വിധിയെക്കുറിച്ചോ വിധി എഴുതിയവരെ കുറിച്ചോ എനിക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. ഈ ജഡ്ജി പോലും പല സമയത്തും വിമർശനം നേരിട്ടിരുന്നു. അത് സമൂഹത്തിൽ നിന്ന് വിമർശനം നേരിടുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. ഞാനത് പറയാനും മറ്റു കാര്യങ്ങൾക്കും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒറ്റക്കാരും കൂടെ സമൂഹത്തിന് വേണ്ടിയാണോ വിധി വരേണ്ടതെന്നുള്ളൊരു ചോദ്യം ഇന്ന് കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. സമൂഹത്തിന് വേണ്ടിയാണ് നിയമവ്യവസ്ഥ ഉള്ളത്. സമൂഹത്തിൽ വളരെ ബാലൻസിങ് ആയിട്ടുള്ള സമൂഹത്തിൽ ഈ ജഡ്ജ്മെൻ്റ് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് ഈ ജുഡീഷ്യറിയെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നമായിട്ട് മാറും. ജനങ്ങൾക്ക് ജുഡീഷ്യറിയിൽ വിശ്വാസമില്ലാതെ വന്നാൽ ജുഡീഷ്യറിയുടെ നിലനിൽപ്പിനെ ബാധിക്കും. അത് ആയിരക്കണക്കിന് വിധികൾ ആ കാര്യം ആയിരക്കണക്കിന് വിധികളിൽ സുപ്രീം കോടതി പല പ്രാവശ്യം ആവർത്തിച്ച് താഴ്ക്കോടതികളെ അത് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. വ്യാഖ്യാനിച്ചാൽ തെറ്റില്ല. എന്നെ കൊണ്ട് അത് പറയിക്കാൻ ശ്രമിക്കണ്ട. ഇപ്പോൾ ഈ കോടതി പരമാവധി ശിക്ഷ നൽകിയിട്ടില്ല ബലാത്സംഗ കേസിൽ. അതിന് കോടതി പറഞ്ഞൊരു കാര്യം, ഈ പ്രതികൾ 40 വയസ്സിന് താഴെയുള്ളവരാണ്. അതായത് പ്രതികളുടെ പ്രായം പരിഗണിച്ചു കോടതി. അപ്പോൾ ഈ അതിജീവിതയുടെ പ്രായം ആര് പരിഗണിക്കുമെന്ന ചോദ്യമുണ്ട്. എന്തായാലും വിധി പ്രഖ്യാപനത്തിനിടെ നാടകീയമായ സംഭവങ്ങളൊക്കെയാണ് കോടതിയിൽ ഉണ്ടായത്. 2ാം പ്രതി മാർട്ടിൻ കോടതിക്കുള്ളിൽ വെച്ച് പൊട്ടിക്കരഞ്ഞു. വീടുകളിൽ മാതാപിതാക്കൾ മാത്രമാണുള്ളതെന്നും ശിക്ഷാ ഇളവ് വേണമെന്നും പ്രതികൾ ആവശ്യപ്പെട്ടിരുന്നു. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് എന്തിനെന്ന കാരണങ്ങൾ വരാനിരിക്കുന്ന വിധി പകർപ്പിലാണ് ഉണ്ടാവുക. എസ് രാഗൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഗൻ, 8 വർഷം നീണ്ട വിചാരണ, കേരളം കാത്തിരുന്ന വിധിയാണുള്ളത്. ഇപ്പോൾ തന്നെ പരമാവധി ശിക്ഷ കിട്ടിയില്ല. പൾസർ സുനിക്ക് പോലും ജീവപര്യന്തമില്ല. അതിജീവിതയുടെ പ്രായം ആര് പരിഗണിക്കും? സമൂഹത്തിന് വേണ്ടിയല്ലേ നീതിന്യായ വ്യവസ്ഥ? അങ്ങനെ കുറെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. തീർച്ചയായും 8 വർഷങ്ങൾക്ക് ശേഷമാണിപ്പോൾ ഈ കേസിൽ വിചാരണ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. അതിൽ ശിക്ഷ കുറഞ്ഞു പോയി എന്ന ഒരു കാര്യമാണിപ്പോൾ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വിവിധ കോണുകളിൽ നിന്നുള്ള ആളുകളടക്കം മുന്നോട്ട് വയ്ക്കുന്നൊരു കാര്യം. കാരണം 376D പ്രകാരമുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷയായ 20 വർഷമാണ് പ്രതികൾക്ക് കിട്ടിയിരിക്കുന്നത്. ആകെ പ്രോസിക്യൂഷനെ ആശ്വസിക്കാൻ കഴിയുന്നൊരു കാര്യമെന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്തമാണ് എന്ന് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്നു. അത് പരിഗണിക്കപ്പെട്ടിട്ടുണ്ടെന്നല്ലാതെ നേരത്തെ ദിലീപ് അടക്കമുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കിയത്, അതോടൊപ്പം തന്നെ അതിനുശേഷം ഈ 6 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷയിലേക്ക് പോകാതിരുന്നത്, ഇതൊക്കെ കനത്ത തിരിച്ചടിയായി പ്രോസിക്യൂഷന് ഭവിച്ചിട്ടുണ്ട്. എന്തായാലും നീതി ലഭിച്ചില്ല എന്നൊരു വികാരമാണ് പ്രോസിക്യൂട്ടർ അടക്കം മുന്നോട്ട് വെച്ചത്. അപ്പീൽ പോകുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിൽ കൂടുതൽ ശിക്ഷ, ഇപ്പോൾ ശിക്ഷിച്ച പ്രതികൾക്കടക്കം കൂടുതൽ ശിക്ഷ നൽകണമെന്ന ആവശ്യവുമായി അടക്കം മുന്നോട്ട് പോകും. അതോടൊപ്പം ദിലീപിനെ അടക്കം വെറുതെ വെറ്റനെതിരെയും മുന്നോട്ട് പോകും. എന്തായാലും ഇതിൽ വിധിപ്പകർപ്പ് വരുമ്പോഴാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാവുക. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ആ വിധിപ്പകർപ്പിന് വേണ്ടിയാണ്. ആ
വിധി പകർപ്പിലാണ് പല കാര്യങ്ങളും കേരളത്തിന് അറിയേണ്ടത്. എങ്ങനെയാണ് 8ാം പ്രതി ദിലീപ് കുറ്റവിമുക്തനായത്? എന്തുകൊണ്ടാണ് ഗൂഢാലോചന അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയത്? പരമാവധി ശിക്ഷയായ ജീവപര്യന്തം എന്തുകൊണ്ട് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ലഭിച്ചില്ല? തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം വിധി പകർപ്പിലായിരിക്കും ഉണ്ടാവുക. ജഡ്ജ് തന്നെ ഇന്ന് പറഞ്ഞിരുന്നു എല്ലാത്തിനും ഉത്തരം ആ വിധി ന്യായത്തിൽ ഉണ്ടാകുമെന്ന്. കേരള സമൂഹം അംഗീകരിക്കാത്ത വിധി എന്ന അതിജീവിതയുടെ അഭിഭാഷക ടി.ബി. മിനി പിച്ചി ചീന്തി എന്ന് സമ്മതിക്കുമ്പോൾ എങ്ങനെ ശിക്ഷ കുറഞ്ഞുവെന്നാണ് ടി.ബി. മിനിയുടെ ചോദ്യം. പിച്ചി ചീന്തി എന്നുള്ള കാര്യം നിങ്ങൾ സമ്മതിക്കുമെങ്കിൽ അത്തരമൊരു ശിക്ഷ കൊടുക്കണ്ടേ? ആ വിധി ഈ കേരള സമൂഹത്തിനാകെ സ്വീകാര്യമല്ലാത്ത ഒരു വിധിയാണ്. ഈ നാട്ടിലെ എത്രയോ സ്ത്രീകൾ കണ്ണീരോടെ കാത്തിരിക്കുന്ന വിധിയായിരുന്നു ഇത്. അവർക്ക് വേണ്ടി ഞാനത് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് ഞാൻ പറയും,